ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നേരം വെളുത്തു, 8 മണിക്കാണ് കോൾ ഷീറ്റ്. സാജർ മാസ്റ്റർ ഉറങ്ങുന്നുണ്ട്. ഞാനേ ഇവിടെ നമുക്ക് ചായ ഇടാനായിട്ടൊരു സംഭവമുണ്ട്. ഈ സാധനത്തിൽ ഞാൻ ഇതുവരെ ഇത് ഉപയോഗിച്ചിട്ടില്ല. ചായക്കുള്ള ഇതെന്താണ്? ചായപ്പൊടിയാണോ? എന്ത് തേങ്ങ അതുണ്ട്, ഷുഗറുണ്ട്. പിന്നെ മാസ്റ്റർ ഒന്ന് ഷുഗർ കട്ടായതുകൊണ്ട് ഷുഗർ ഇടണ്ട. എന്തായാലും ഞാനൊന്ന് ചായ ഉണ്ടാക്കാൻ നോക്കട്ടെ, എങ്ങനെ ആവും നോക്കാം. അതിൽ നമുക്ക് എന്താ ക്ലാസ് ഒന്നും ഒഴിവിട്ട് ഒരു ഗ്ലാസ് ഫുള്ള് ഒഴിച്ചാൽ പോരെ, കുളമാകും. രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് ഈ തിളക്കപ്പോൾ ഇടണോ അതോ ഇപ്പോൾ ഇടണോ? ചൂടാക്കിട്ട് ചായപ്പൊടി അത് മറ്റേ സാധന പാക്കറ്റാ. ഇതാണോ? ആണോ? അല്ലേ, നോക്കട്ടെ. ഓ, ഇത് നമ്മള് മറ്റേ ബാഗാണ് കേട്ടാ. അപ്പൊ വെള്ളം തിളപ്പിച്ചാൽ മതി. ഓ ഐശി, ആ ഫോന എടുത്ത് ഇതിൻ്റെ അടിയിലൊരു കണക്ടർ പോലൊരു സംഭവമുണ്ട്. കറക്റ്റ് അതിൽ തന്നെ വെച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു വലിയൊരു പൊട്ടിത്തെറി കിടക്കും. സുഹൃത്തുക്കളെ, ഞാൻ സ്വിച്ച് ഇടാൻ പോവുകയാണ്. സൗണ്ടൊന്നും കേൾക്കുന്നതല്ല. അല്ല, ഇതിന്റെ മെക്കാനിക്സ് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എത്ര നേരമുണ്ട്? ഒരു ദിവസമോ? അപ്പൊ 10 മിനിറ്റ് കഴിയട്ടെ. എന്നാ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് കഴിയട്ടെ.
അടുത്തതായി ഷേക്ക് അടിയാണ്. ഇതിൽ ലീക്ക് ആവുന്നുണ്ടോ? എൻ്റെ ലീക്ക് ആവുന്നുണ്ട്. ഞാൻ ഓൺലൈൻ Cheers. വെളിച്ചെണ്ണ വേണ്ടാന്ന് ചോദിച്ച് സാഗർ മാസ്റ്ററിൻ്റെ കൂടെ. അപ്പോൾ മാസ്റ്റർ പറഞ്ഞു വെളിച്ചെണ്ണ ഇല്ല, ബോഡി ലോഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ബാഗൊന്നും തുറന്നു നോക്കാൻ പറഞ്ഞു. ഞാൻ ബാഗ് തുറന്നു നോക്കിയപ്പോൾ ഒരു കട തന്നെ അതിൻ്റെ അകത്ത് ഇരിക്കുന്നു കേട്ടോ. ഇതെന്താ ഇത്? ഇതാണോ ബോഡി ലോഷൻ? ഓ മാൻ, ഇതൊരു കുടുംബത്തിനുള്ള ഉണ്ടല്ലോ. വെൽക്രോറിൻ്റെ ക്രിയാറ്റിൻ. ഇത് മൊത്തം സാധനമാണ് കേട്ടോ. അല്ല, ഇന്നലെ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തായിരുന്നു. അപ്പൊ ഇതും കൂടെ നോക്കിയതാണ്. ഇതും കെട്ടിച്ച് വന്നിട്ട് നടക്കണ്ടേ? ഈ തിരക്കുള്ള ട്രെയിനിലൊക്കെ ഇത് എങ്ങനെ കൊണ്ട് കയറും? ഓ, നമ്മള് ലൊക്കേഷനിലായിട്ട് ഇറങ്ങാറായി കേട്ടോ. ഇറങ്ങാറായ സമയത്ത് നമ്മൾ ആശാൻ ടീമും എല്ലാവരും എത്തിയിട്ടുണ്ട്. ഡിവിൻ ചേട്ടനും ഇവിടെ ഫുള്ള് ഈ കൂട്ടത്തിൽ ഏറ്റവും ചുള്ളനാ ഫ്രണ്ടിലേക്ക്. മഴയാണോ? മഴ 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 മഴ. ജയ് ഹനുമാൻ. ആശാന്റെ പ്രായം പറഞ്ഞേ? 50 വയസ്സുള്ള ഒരു മനുഷ്യനാണ്. നിൽക്കാൻ നമ്മളെ കൂട്ടത്തിലും ചുള്ളനാ ചുള്ളൻ. ഇപ്പൊ നമ്മള് ലൊക്കേഷനിലോട്ട് നമുക്ക് ഗോഡൌണിന്റെ അകത്താണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ പുതിയൊരു നിയമം വന്നിട്ടുണ്ടല്ലോ, നമുക്ക് ലൊക്കേഷനിലെ വീഡിയോ ഫോട്ടോസോ ഒന്നും സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഇട്ടുകൂടാ. അത് പുതിയ നിയമമല്ല, ഓൾറെഡി പഴയ നിയമം. അതൊക്കെ തുടങ്ങിയിട്ട് ഒരു 10-15 വർഷം മുമ്പേ നിയമമൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഫൈറ്റേഴ്സിന് ഒരാൾക്ക് BTS എടുക്കാം, അത് പടം റിലീസ് ആയി കഴിഞ്ഞ് വേണം ഇടാം, അതിന് മുമ്പ് ഇടരുത്. പിന്നെ നമ്മൾ ഇപ്പൊ ഒരു ഫോട്ടോ എടുക്കാം, അത് വേണം നമുക്ക് ഇടാം. എന്റെ പൊന്നു വരിക അതല്ല, ലൊക്കേഷനിലുള്ള സാധനങ്ങള്. അപ്പം അതുകൊണ്ട് ഉള്ളിലുള്ള വീഡിയോസും ഫോട്ടോസും ഒന്നും കാണത്തില്ല. അപ്പൊ അത് കാണത്തില്ല. ഓക്കെ, ശരി എന്നാ. ഓ, അറിയാൻ പറ്റും. എനിക്കിനിയും പോണം. എനിക്കിനിയും പോണം. ഓക്കെ, മഴ പെയ്തോട്ടെ രാവിലെ. നമ്മൾ അന്ന് വന്നത് അതിലേ കൂടാ അല്ലേ? അപ്പുറത്തെ റോട്ടെ. ഗായ്സ്, ഇപ്പൊ പടി കിട്ടിയ, ഇപ്പൊ പിടി കിട്ടി. നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഇവിടെ മുൻപ് ടിക്കറ്റാക്കര ഷൂട്ടിന് ഇവിടെ വന്നിട്ടുണ്ട്. ടിക്കറ്റാക്കര നമ്മുടെ ആസിഫ് അലി സാറിൻ്റെ ഒരു സ്റ്റണ്ട് എടുക്കാനായിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. മറ്റേ ഗ്രീൻ സ്ക്രീനൊക്കെ ഇട്ട് സ്റ്റുഡിയോ അതിനകത്ത്. അപ്പോൾ സംഭവം ഇത് വേറൊരു വഴിയാണ്. അന്ന് വന്നത് അതിലേ കൂടെ. അന്ന് വൈറ്റിലെ വഴിയാണ് വന്നത്. വൈറ്റിലെ തങ്ങിയിട്ട് അതുവഴിയാണ് വന്നത്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് ഒന്നും പിടി കിട്ടണില്ല. അത് തന്നെ ഇപ്പം പകൽ വെളിച്ചത്ത് കണ്ടപ്പോൾ അതുപോലെയൊക്കെ ഇരിക്കണം. എന്നാലും സ്ഥലം മാറുമെന്ന് അറിയത്തില്ല. എന്താ, കാർ എടുക്കുവാണോ? കാറ് പോലെ ദൂരമുണ്ടോ? അപ്പോൾ നമ്മൾ അവിടെ എത്തി. സെയിം കറക്റ്റ് സ്ഥലം കേട്ടോ. അപ്പുറത്തൂടെ അതായിരുന്നു മെയിൻ റോഡ്. ഞാൻ ഇന്നലെ വന്നിട്ടേ അടുത്തൊന്നും മെയിൻ റോഡ് ഇല്ലെന്നാണ് പറഞ്ഞു. പക്ഷേ അതുവഴി വന്നിരുന്നെങ്കിൽ ഇത് എളുപ്പമാണ്. സംഭവം ഈ സ്ഥലത്തിൻ്റെ പേരറിഞ്ഞൂടല്ലോ, അതുകൊണ്ടാണ് പറ്റിയത്. വണ്ടിക്കാർ ഫോണിൽ കൂടെ ചീത്ത വിളിക്കുന്നു. മാസ്റ്റർ എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ.
വണ്ടികൾ തടസ്സമായതുകൊണ്ടാണ് മാസ്ക് വണ്ടി അല്ല സാധനം എടുക്കുന്ന വണ്ടിയുടെ സ്ഥലമില്ല. അല്ല ഇവിടെ വേസ്റ്റ് ഇട്ടേക്കല്ലേ, ഇവിടെ ഇടാക്കൂല. ആ അതേതാ വഴി? അങ്ങനെ കണ്ടാ വഴി. ഫുഡ് കഴിക്കണം കേട്ടോ. ഫുഡ് കഴിക്കാനായിട്ട് ഫുഡ് കഴിച്ചിട്ട് പരിപാടി തുടങ്ങാം. നമ്മുടെ മാസ്ക് തിരിച്ചാണ് ഫുഡ് രാജോട്ടാ കഴിച്ചിട്ടല്ലേ? നമുക്ക് റോപ്പിൻ്റെ പരിപാടിയാണ്. റോപ്പും ബാക്കിയുള്ള സാധന ജംഗമ വസ്തുക്കളെല്ലാം എടുക്കാനായിട്ട് നമ്മുടെ ആശാൻ്റെ കാറിനരികിലോട്ട് പോകുകയാണ്. ആശാനും രവിചേട്ടനും ഫ്രണ്ട് നടക്കുന്നുണ്ട്. ഞാനും സാജിക്കയും പുറകിൽ കിടക്കുന്നുണ്ട്. ജോണേട്ടൻ്റെ കട. അപ്പോൾ ഒന്നും എല്ലാം കഴിച്ചിട്ട് പോയാലോ? ജോണേട്ടൻ്റെ കടയിൽ അപ്പവും പുട്ടും കറിയോ, വാഴയിലയിൽ മീൻ കറിയും അച്ചാറും തൈരും. തൈരം തന്നെയല്ലേ പറഞ്ഞു? ആ തൈര. കേബിൾ എടുക്കണമായിരിക്കും അല്ലേ? കേബിള് നാളെ എടുക്കണം. പുള്ളിക്കാരി തൂക്കാൻ ഒരു കേബിൾ അതിനകത്ത് ഉണ്ടാവുമല്ലോ. ടിക്കറ്റിനെ ബുക്കണ 2 കേബിൾ. അല്ല അത് ഉണ്ട്, ഒരെണ്ണം അവിടെ ഉണ്ടാവുമല്ലോ. മാഷിൻ്റെ അതിനകത്ത് വെച്ചിട്ടുണ്ട് ഒരെണ്ണം. അന്ന് അതിനടുത്ത് വെച്ചില്ലായിരുന്നു. ആ ബാഗിനകത്തുണ്ട്. ആ വണ്ടി മുമ്പോട്ട് എടുക്കട്ടെ. നമുക്ക് ഇവിടുത്തെ ഉള്ള എടുത്തോണ്ട് പോവാം. വേണേ ഒരു പുറകിൽ തൊളിയ ഡിക്കിക്കാത്ത സാധനമായിരിക്കണം. പൊട്ടെ ചേരവൻ കിടക്കുന്നുണ്ട്. ചേച്ചി ചിലപ്പോൾ ഇതിനകത്തായിരിക്കും. ചേച്ചി ഓപ്പണ്ടി എന്തിരണ്ടി ഓപ്പണ്ടി ഓപ്പണ്ടി. ആ തെലുങ്കി പറയുന്നില്ലേ കോപ്പാണ്ടി എന്നൊക്കെ പറയും. നീര് ഓപ്പണ്ടി. ആ എടേ ഇതൊരു ബാഗ്. ഞാനല്ല ചപ്പണ്ടി. ആർനസ് വേണ്ട. നന്ന കൂടാൻ എത്ര ബേക്ക്? ചോപ്പ് വേണ്ടോ ആശാനെ? ചോപ്പ് വേണ്ടോ? വ്ലോഗ് വരട്ടെ. ആ പറഞ്ഞു. എടാ നീ അതൊന്നും വേണ്ടല്ലോ. ഇതാണ് നമ്മുടെ കെട്ടി വലിക്കാനുള്ള റോപ്പ്. കെട്ടി തൂക്കാം. സെറ്റ് സാധനം സെറ്റ്. ചങ്ങല ചങ്ങല ചങ്ങല. ചങ്ങല കുരുങ്ങി. പോട്ടെ 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 പോട്ടെ. ചവിട്ടി താക്കണം. ഇത് വളച്ചതാണ്. ഇതിൽ ക്യാമറ ഉണ്ടോ വണ്ടിയിൽ? വണ്ടി ക്യാമറ ഇല്ലെന്ന് തോന്നുന്നല്ലേ? ഉണ്ടല്ലോ. ഈ ചങ്ങല കൊണ്ട് കയറ്റി കൊണ്ട് തിരിച്ച് അവിടെ ഫ്രണ്ട് ഇടിച്ചല്ലേ? ഞഞ്ഞായി. അപ്പോൾ ഓക്കെ, നമ്മൾ നിൽക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഓക്കെ, ഇനി നേരെ സ്റ്റുഡിയോക്കകത്താണ്. സാജിക്ക 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 ഫ്ലൂട്ടോറെ ഡയറക്ടർ. ആ കാർ ഓടിച്ചോണ്ട് പോണം. ആദ്യം ഇനി നമുക്ക് മാസ്റ്ററുടെ വണ്ടിക്കകത്ത് കുറച്ച് സാധനം ഇരിപ്പുണ്ട്, അതെടുക്കണം. അതും നമുക്ക് ഹാർനസും സാധനങ്ങളുമാണ്. പവർ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ഞാൻ കയറാം. കേബിൾ എടുക്കണോ? കേബിള് അതെടുത്തോ. മണമാണല്ലോ. കൊണ്ടോ കയറാൻ പോകും.
രാവിലെ കിടന്ന് വരുന്നു. അത് പിന്നെ കേബിൾ ആരും എടുക്കും. എന്നാ ഇതെടുത്തോ ആദ്യം. ഇത് നനങ്ങല്ലോ, വെള്ളം കയറുന്ന. എന്റെ തള്ള ഇത് ആദ്യം കാണുന്നത്. അപ്പൊ പറയും ഇവന്മാരേതാണ് എഴുതുന്നുണ്ടോ? അതല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ തൽക്കാലം റൂമിലോട്ട് പോവുകയാണ്. ആദ്യം വേറെ കുറച്ച് ഷോട്ടുകളാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഷോട്ട് വരുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ റൂം തൊട്ടടുത്താണ്. നമ്മൾ രാവിലെ പറഞ്ഞല്ലോ നമ്മൾ കുറച്ച് ദൂരമുള്ളൂ നടന്നുള്ളത്. അതുവരെ റൂമിൽ പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. നമ്മുടെ സാജർ മാസ്റ്റർ വരുന്നുണ്ട്. സാജർ മാസ്റ്റർ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു. സാജർ മാസ്റ്റർ അവിടെ നിന്ന് ബന്ധം വരികയാണ്. അടിവെച്ച് ഡാൻസ് കളിച്ച് വരികയാണ്. വരൂ, ഡാൻസ് കളിക്കൂ. ഇപ്പം ഇല്ല പറഞ്ഞ മാസ്റ്റർ ഉണ്ടായിരുന്നോ? മാസ്റ്റർ കണ്ട? ഇവിടെ വേറെ പരിപാടി ആദ്യം. അത് കഴിഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടി. അതിപ്പോൾ റൂമിൽ പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു, വിളിക്കാന്ന് പറഞ്ഞു. അപ്പോൾ അത് വന്ന് രമണ ക്യാമറ ഓണാവാൻ താമസിച്ചു. കൊച്ചി പോയിരുന്നിട്ട് എഡിറ്റ് ചെയ്യാം. എന്താ ഞാൻ ഇന്നലെ കാണിച്ചു. നമ്മളെ റൂമിന്റെ ഭാഗം ഇരുട്ട്. ഉള്ളത്തിലെ ഉണ്ണை വെച്ചു എന്നവളെ എന്നെ മറന്നേനോ. ഇതെന്താ AC ഓണാക്കിട്ടോ? എണ്ണി വന്നേനുണ്ട് നിனைவுകൾ താനിത് നിனைവവൻ. അയ്യോ. അപ്പോൾ സുഹൃത്തുക്കളെ, കുറച്ച് നേരത്തേക്ക് ബ്രേക്കാണ്. അപ്പോഴത്തേക്ക് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, ബൈ. ഈ സാധനം അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ 1 മണിയായി കേട്ടാ. ഫുഡ് കഴിക്കാൻ വിളിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ സാജർ മാസ്റ്റർ 2 സാൻഡ്വിച്ച്, ഇത് ഫുള്ളാണല്ലേ അല്ലേ? 1 സാൻഡ്വിച്ചാണ്. അതെ, 1 സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു വന്നു. സംഭവം നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ലതാ. നമ്മൾ കഴിച്ചിട്ട് ഇനി അവിടെ പോയി കഴിക്കട്ടെ. പോവില്ലേ? ഓക്കെ. അപ്പോൾ ഇനി എപ്പോൾ ചെല്ലാൻ പറഞ്ഞ ആശാനെ? വിളിക്കുമ്പോൾ ചെന്നാൽ മതില്ലേ? അവിടെ എന്തിനാ അകത്ത് നോക്കിയാ? വഞ്ചേച്ചി കണ്ട? വഞ്ചേച്ചി പോയി, വഞ്ചേച്ചി മിസ്സായി. അപ്പോൾ നമ്മൾ വീണ്ടും ലൊക്കേഷനിലോട്ട് പോകണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടിയാണ്. ചെന്നിട്ട് റോപ്പ് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യണം. അച്ഛനാ സമയം എത്രയായി? 2:20. ഓക്കെ, എല്ലാവരും ഇപ്പം ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് എല്ലാവരും സെറ്റായി കാണും. പൊളിക്കാം. അത് ചിലപ്പോൾ പണിതോട്ട് ചിലപ്പോൾ കാണാതെ ആയിരിക്കും. അവിടെ മോട്ടർ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ സൗണ്ട് ആയിരിക്കില്ല. ഇത് മോളോട്ട് തന്നാ പോരെ. ഞാനേ റോപ്പ് അതിന് സെൻട്രൽ കയറ്റി സെറ്റ് ചെയ്തു. അല്ലല്ല അല്ലല്ല സൂപ്പറല്ലേ, നല്ല ഇത് കിട്ടുന്നുണ്ട്.
അപ്പോൾ ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞ് കേട്ടോ. ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. പ്രൊഡക്ഷൻ ഫുഡുണ്ട്, എന്നാലും നമ്മൾ ഉച്ചയ്ക്ക് നല്ല രീതിയിൽ കഴിച്ചില്ല. അപ്പോൾ നമ്മളൊരു ഇവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. ഷവായ കഴിക്കാനാണ് കേട്ടോ. ഞാൻ മാത്രമല്ല, താജർ മാസ്റ്ററും ഉണ്ട്. ഓക്കെ, വെയിറ്റിംഗ് ആണ്, സാധനം വരട്ടെ. അടുത്തത് ഞാൻ അപ്പോൾ സുഹൃത്തുക്കളെ കഴിച്ചിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. ഒന്നാം നമ്പറല്ലേ അടിച്ചേ? അതെ, ആ ഇതാ 1010. 1010. ഓ, അനുവാദം ചോദിക്കാനൊക്കെ കയറി. എന്താ എൺപത് ഫുഡ് ഇവിടെയാ? അതുകൂടെ എന്നിട്ട് എടുക്കട്ടെ. ഇത് ഏതാ മന്ത്രിയുടെ കട്ടുണ്ടല്ലോ. രൂപ അതൊക്കെ രൂപ മാറി മേക്കപ്പെട്ട ഫോട്ടോ രൂപ താടി